ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോറും മുമ്പേ സീരിയലിന്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി തിരികെ വീട്ടിലേക്ക് വരികയാണ്. ഗംഗേട്ടനും ശിവനും കൂടി ചേർന്നാണ് വൈജ തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി നേരെ വാടക വീട്ടിലേക്ക് താമസം മാറുമെന്നാണല്ലോ വൈജയന്തി നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഗംഗേട്ടൻ നേരെ വൈജയുടെ അടുത്തേക്ക് ചെന്നിട്ട് വൈജയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ രോഹിത്തിന്റെ മാനസികാവസ്ഥയും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വൈജയെ തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തിച്ചേക്കുന്നതും. അങ്ങനെ വൈജ തിരികെ വീട്ടിലേക്ക് വന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അലീന. ഇവരവിടെ വന്നതിന് ശേഷം ഗംഗാധര മേനൻ കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും അലീനയാണ് വന്ന് ഡോർ തുറക്കുന്നത്. അലീനയെ കണ്ടപാട് തന്നെ വൈജയ്ക്ക് ദേഷ്യം അങ്ങ് ഇരച്ചു കയറുന്നുണ്ട്. ശിവനും ഗംഗാധരനും കൂടി അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. വൈജയന്തി അപ്പോഴും ആ സിറ്റൗട്ടിൽ ഇരിക്കുന്ന കണ്ടുകൊണ്ട് അലീന ചോദിക്കുന്നുണ്ട്, മേഡം അകത്തേക്ക് കയറി വരുന്നില്ലേന്ന്. അപ്പോഴേക്കും വൈജ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, എന്റെ വീട്ടിലേക്ക് കയറാൻ എനിക്ക് നിന്റെ അനുവാദം വേണോടി, അങ്ങോട്ടേക്ക് മാറി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് വൈജയന്തി അകത്തേക്ക് ചെല്ലുകയാണ്. അലീനയ്ക്കാണെങ്കിലും അമ്മയെ കണ്ടതിന് സന്തോഷമാണ്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പും അമ്മ ഇതുപോലെ തന്നെയാണല്ലോ അവളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിലൊന്നും പ്രത്യേക സങ്കടമൊന്നും തോന്നുന്നില്ല. എന്നിട്ട് വൈജ നേരെ ചെല്ലുന്നത് വൈജയുടെ റൂമിലേക്ക് തന്നെയാണ്. ഇതേ സമയത്ത് തന്നെ ഗംഗേട്ടനും ശിവനും കൂടി ചേർന്നിട്ട് നേരെ ബാലന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അലീനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാന്നുള്ളൊരു ഉറപ്പിന്മേലാണ് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അവൾ നേരെ വാടക വീട്ടിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു. അവളെ ബലമായിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് ഗംഗേട്ടൻ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഗംഗേട്ട എനിക്ക് അതിലൊരു വിഷയവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അവളോട് എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ വെറുപ്പും ദേഷ്യവും എല്ലാം ഉണ്ട്. അതിപ്പോ ഏതൊരു ഭർത്താവിനാണെങ്കിലും കാണുന്നല്ലേ ഗംഗേട്ട. പിന്നെ അലീനയുടെ കാര്യം, അലീനയെ ഇവിടുന്ന് എങ്ങോട്ടേലും പറഞ്ഞു വിട്ടിട്ടാണ് വൈജയ്ക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമെങ്കിൽ അത് നടക്കും തോന്നുന്നില്ല. അലീനയെ ഞാൻ എങ്ങോട്ടേക്കും പറഞ്ഞു വിടുകയില്ല. ആ ഒരു ഉദ്ദേശത്തിലാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ അവൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവുകയും ചെയ്യാം. അവളെ ആരും ഇവിടെ തടയുകയില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാല അത് വൈജയുടെ മോളല്ലേ, അല്ലാതെ നിന്റെ മകളല്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇത്രയും വാശി പിടിക്കുന്നത്? നമുക്ക് അലീനയെ വേറെ ഏതെങ്കിലും സേഫായ സ്ഥലത്തേക്ക് മാറ്റാം. അവളെ നമുക്ക് ഏതെങ്കിലും ഹയർ സ്റ്റഡീസിനായിട്ട് അയക്കാം. അവള് പഠിച്ച് നല്ലൊരു ജോലി മേടിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട, നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം സേഫാക്കാൻ വേണ്ടിയിട്ട് അലീനയെ ഇവിടുന്ന് എങ്ങോട്ടേക്കും പറഞ്ഞു വിടാനാവില്ല. അവൾ എൻ്റെ കൂടെ തന്നെ നിൽക്കും. എല്ലാ തരത്തിലും ഞാൻ അവളെ മോളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി എന്നിൽ നിന്നും എൻ്റെ മോളെ അകറ്റാൻ ആർക്കും കഴിയില്ല. അതിപ്പോ വൈജയുടെ മകളല്ല, എൻ്റെ മകളാന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവൾ എനിക്ക് വേണ്ടിയിട്ടും ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എൻ്റെ മോൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ സഹായമായത് അലീനയാ. അതുപോലെ എത്ര കാര്യങ്ങളിൽ അവൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ കൃഷ്ണമോളെ പോലെ തന്നെ അലീന. അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് എന്നെ ഇത്ര നാളും ചതിച്ചു വരുത്തിയെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എനിക്കതിന് കഴിയില്ല ഗംഗേട്ടാ. അവൾക്കൊരു വിചാരമുണ്ട്, അവൾ പറഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ എന്ന്. അവൾ അവളുടെ കൈപിടിയിൽ ഞങ്ങളെല്ലാം അങ്ങ് ഒതുക്കി വെച്ചിരിക്കുകയാണെന്നുള്ള ഒരു ധാരണയുണ്ട് അവൾക്ക്. അതൊക്കെ അവളുടെ വെറും ധാരണകൾ മാത്രമാണ്. ഇത്രയും നാളും ഞാൻ അവൾ പറയുന്ന എല്ലാം അനുസരിച്ചിട്ടുണ്ട്. ഇത്രയും നാളും ഞാൻ അവൾക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു. എന്റെയും മക്കളുടെയും കാര്യത്തിലെല്ലാം അവളായിരുന്നു തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. ഒന്നിനും ഞാനൊരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ. ഇനി ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഞാനാ. എന്റെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഞാനാ ഇനി തീരുമാനം എടുക്കുന്നത്. അതിലേക്ക് കൈ കടത്താൻ അവള് മാത്രമല്ല, അതിനാരെയും ഞാൻ സമ്മതിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. ഗംഗേട്ടാ, ഇത്രയും കാലം ഞാൻ അവളുടെ അടിമയെ പോലെയാണ് ജീവിച്ചത്. അതെനിക്ക് ആണത്വം ഇല്ലാത്തതുകൊണ്ടോ നട്ടലില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചു പോയി. അതാ ഞാൻ ചെയ്ത തെറ്റും. അവളോട് എനിക്കുണ്ടായിരുന്ന സ്നേഹം കൊണ്ടായിരുന്നു ഞാൻ അവൾ പറയുന്നതെല്ലാം അനുസരിച്ച് നിന്നത്. വീട്ടുകാര്യങ്ങളാണെങ്കിലും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും അവൾക്കായിരുന്നു മുൻഗണന ഞാൻ കൊടുത്തോണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും അവളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം എന്നൊക്കെ പറയുന്നത് എനിക്കൊരു സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു. എൻ്റെ കുടുംബമായിരുന്നു എനിക്ക് എല്ലാം. എന്നാൽ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി ഗംഗേട്ട. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു കളിപ്പാവ് മാത്രമാണ് ഞാനെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ആ ഒരു തിരിച്ചറിവ് എനിക്ക് വല്ലാത്തൊരു തകർച്ചയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവളെ ഇനി ഒരിക്കലും പഴയതുപോലെ കാണാൻ എനിക്കാവില്ല. അവളുടെ അഹങ്കാരവും ധിക്കാരവും ഞാൻ എന്ന മട്ടും എല്ലാം ഇനി പടിക്ക് പുറത്ത്. അവൾക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം. പക്ഷെ അവളുടെ ഈ അഹങ്കാരവും ധിക്കാരവും എല്ലാം അവൾ ഉപേക്ഷിച്ചിരിക്കണം. വേണമെങ്കിൽ എൻ്റെ മക്കളുടെ അമ്മയായിട്ട് അവൾക്ക് ഇവിടെ ജീവിക്കാം. പക്ഷെ ഒരിക്കലും അവളുടെ ഭർത്താവായിട്ട് എനിക്കിനി തുടരാനാവില്ല. എൻ്റെ ഭാര്യയായിട്ട് അവളെ അംഗീകരിക്കാൻ എനിക്ക് കഴിയത്തുമില്ല. അതൊക്കെ കഴിഞ്ഞുപോയി. ഇനി ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോക്കില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഗംഗാധരൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര, നീ ഇതുപോലെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഇതുപോലെ നീ കടുംപിടുത്തം പിടിക്കരുത്. നിന്റെ 3 മക്കളുടെ ഭാവിയെങ്കിലും നീ ഓർക്കണ്ടേ? ഇപ്പൊ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ കാരണം മക്കളുടെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? അവരൊക്കെ തെറ്റായ വഴിയിലേക്ക് പോകും ബാലചന്ദ്ര. ഈ സമയത്ത് നിങ്ങളെല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാ ബാലചന്ദ്ര, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്നെ ചതിക്കുകയായിരുന്നു.
നിന്നിൽ നിന്ന് ഞങ്ങൾ ആ രഹസ്യം മറച്ചു വയ്ക്കുകയും ചെയ്തു. ഇനി അതിന് എന്ത് പരിഹാരമാണ് ചെയ്യാൻ കഴിയുന്നത്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ ഇനി അതിനൊരു പരിഹാരം കാണും? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നുമില്ലെങ്കിലും നിന്റെ മക്കളുടെ ഭാവിയെങ്കിലും ഓർത്തിട്ട് അതൊക്കെ മറന്ന് നിങ്ങൾ ഒന്നായിട്ട് ജീവിച്ചൂടെ, അവളോട് ക്ഷമിച്ചൂടെ എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ക്ഷമിക്കാൻ ഗംഗേട്ടാ, ഭൂമിയോളം ഞാൻ ക്ഷമിക്കാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പെങ്ങളെന്ന് പറയുന്ന ആ വഞ്ചകയുണ്ടല്ലോ, അവൾ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കണം. എന്നോട് മാത്രമല്ല, അലീനയോടും. അവളെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഒരു ഭർത്താവിന് വേണ്ട എല്ലാ സ്നേഹവും കരുതലും ഒക്കെ നൽകിക്കൊണ്ട് എല്ലാ കടമകളും എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് ഒരു ഭാര്യയായിട്ട് അവൾക്ക് ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ നല്ലൊരു ഭാര്യയായിട്ട് നല്ലൊരു അമ്മയായിട്ട് ജീവിക്കാൻ നിങ്ങളുടെ പെങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ അവൾക്ക് കഴിയുമെങ്കിൽ ഞാനെല്ലാം മറക്കാൻ ഗംഗേട്ടാ, ഞാനെല്ലാം ക്ഷമിക്കുകയും ചെയ്യാം. ഒരിക്കലും ഞാൻ അതൊന്നും പറഞ്ഞ് അവളെ വേദനിപ്പിക്കാനും നിൽക്കില്ല, അവളെ താഴ്ത്തി കെട്ടാനും ശ്രമിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഗംഗാധര മേനനും ശിവനും കൂടി ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ നിങ്ങളുടെ പെങ്ങൾക്ക് കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവരൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ, നിങ്ങളുടെ പെങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവൾ ഒരിക്കലും ഇങ്ങനെ മാറി ജീവിക്കുകയല്ല. അവളുടെ വാശി ജയിക്കാൻ വേണ്ടി അവൾ ഏതറ്റം വരെയും പോകുന്നുള്ളത് എനിക്കറിയാം. അതുമാത്രമല്ല, അവളുടെ വായിന്ന് വരുന്ന വർത്താനങ്ങൾ കൂടി കേൾക്കണം. 7 വെള്ളത്തിൽ കുളിച്ചാലും ശുദ്ധിയാകില്ല. അതുപോലത്തെ കാര്യങ്ങളാ അവളുടെ വായിന്ന് വീഴുന്നത് തന്നെ. എന്നിട്ടും ഞാനതെല്ലാം ക്ഷമിച്ച് അവൾ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് അവളുടെ കൂടെ അടിമയായി ജീവിക്കണമല്ലേ? അതാണോ ഗംഗേട്ടാ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ബാലചന്ദ്രൻ മരിച്ചുപോയി ഗംഗേട്ടാ, അയാൾ ഇനി തിരിച്ചു വരില്ല. ബാലചന്ദ്രന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരു ഉത്തരവും പറയാനില്ലാതെ അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല, അവള് പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറാൻ പോകാന്നൊക്കെ കേട്ടല്ലോ. അലീന ഉള്ളിടത്തോളം കാലം ഈ വീട്ടിൽ കാല് കുത്തില്ല എന്ന് പറഞ്ഞ് ശബ്ദം എടുത്തിരിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് എന്ത് പറ്റി അവളിങ്ങോട്ടേക്ക് എഴുന്നള്ളാൻ? നിങ്ങൾ 2 ആങ്ങളമാരും കൂടി അവളെ ഇങ്ങോട്ട് ബലമായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് പിന്നെ ബാലചന്ദ്ര, ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവൾ ആ വാടക വീട്ടിലേക്ക് താമസം മാറുന്നത് ശരിയാണോ? അത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുകയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. അവളോടും കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അലീനയാണ് അവളുടെയും വിഷയം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ അവള് സ്വന്തം ഇഷ്ടപ്രകാരം അല്ല ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ അവളെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വന്നതാണോ? അലീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ അവൾ ആ വാടക വീട്ടിലേക്ക് താമസം മാറുമെന്നാണോ ഇപ്പോഴും പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതേ ബാലചന്ദ്ര, അവൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അവളതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. കൂടിപ്പോയ ഒരാഴ്ച അത്രയും കാലമേ അവൾ ഇവിടെ നിൽക്കുകയുള്ളൂ. രോഹിത് ഒന്ന് റിക്കവറായി വന്നതിന് ശേഷം രോഹിത്തിനെയും ബബിതയും കൂട്ടി അങ്ങോട്ടേക്ക് പോകാൻ അവൾ തീരുമാനിച്ചേക്കുന്നത്. രോഹിത്തിനോടും ബബിതയോടും ഒക്കെ അവൾ നേരത്തെ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുക. ഞങ്ങൾ പറയുന്നതിലും ഒരു പരിധിയില്ലേ ബാലചന്ദ്ര? എത്രയാണെന്നും പറഞ്ഞാൽ ഞങ്ങൾ ക്ഷമിക്കുന്നത്. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചിർത്തിയേ പറ്റുള്ളൂ എന്നിങ്ങനെ ശിവൻ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ആരെയും പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. എനിക്കൊരു താല്പര്യവും ഇല്ല ശിവേട്ടാ എന്നിങ്ങനെ ബാലൻ പറയുകയാണ്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വഴക്കുണ്ടാക്കി സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മക്കളാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ രോഹിത്തിന്റെ കാര്യം കണ്ടില്ലേ? രോഹിത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾക്കത് മനസ്സിലായതുമല്ലേ? അവൻ ഒരു സമാധാനവും ഇല്ലാതെ പിടിവിട്ട അവസ്ഥയിൽ നിൽക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ അച്ഛനും അമ്മയും ഒന്നിച്ചു നിന്ന് അവനെ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത്? അവന്റെ കാര്യത്തിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. അവനെ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയോ അവനൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി വിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അവനെ എത്രയും പെട്ടെന്ന് തന്നെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങളുടെ വാശിക്ക് ഇരയാകാൻ പോകുന്നത് രോഹിത്തിന്റെ ജീവിതമാണ്. അത് നിങ്ങൾ മറക്കണ്ടെന്നൊക്കെ ഗംഗേട്ടൻ പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആദ്യം മനസ്സ് തുറന്നൊന്ന് സംസാരിക്കും ബാലചന്ദ്ര, എന്നിട്ട് രോഹിത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആർക്കു വേണ്ടിയാ ഗംഗേട്ടാ ഞാനതൊക്കെ ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയാണെങ്കിലും ഇനി അവളുടെ മുമ്പിൽ പോയി സംസാരിക്കാനും അവളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് വണങ്ങാനും ഒന്നും എനിക്കിനി കഴിയില്ല. അവളെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പാ തോന്നുന്നത്. എന്നെ ഇത്ര നാളും അവൾ ഒരു എച്ചിൽപ്പട്ടിയെ പോലെ ചതിക്കുകയായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും എനിക്ക് അവളോടുള്ള ദേഷ്യം അടങ്ങുന്നില്ല. ഇനി ഒരിക്കലും അവളുമായിട്ട് മുന്നോട്ടൊരു ജീവിതം എനിക്കില്ല. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കാര്യമല്ലേ? പിന്നെ അവൾക്ക് വേണമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. അതിന് ഞാനൊന്നും പറയില്ല. അവളുടെയും കൂടെ വീടാണല്ലോ ഇത്. പിന്നെ എൻ്റെ മക്കളുടെ അമ്മയും കൂടിയല്ലേ. അതുകൊണ്ട് അവൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. അങ്ങനെ ഒരു പരിഗണന അവൾക്ക് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാ ഞാൻ അവളെ ഇപ്പോൾ പോലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തത്. അതിൽ കൂടുതൽ ഒന്നും തന്നെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നും പറഞ്ഞിട്ട് തന്നെ ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ ഗംഗേട്ടാ? നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ശിവ. കാരണം നമ്മുടെ പെങ്ങളുടെ സ്വഭാവം നമുക്കറിയാവല്ലോ. അവൾ അങ്ങനെ ആയിപ്പോയി.
അവളുടെ കയ്യിലിരിപ്പൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞപ്പോൾ തന്നെ അവൾ എന്തൊക്കെയാ പറഞ്ഞത്. അവൾ ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ ബഹളം ഉണ്ടാക്കി, അതെല്ലാം കണ്ടതല്ലേ നമ്മള്. അവളുടെ സ്വഭാവത്തിലും അവളുടെ പിടിവാശിക്കും ഒക്കെ പിന്നെ ആര് നോക്കാനാ അവളെ. ഇത്രയും നാളും നമ്മുടെ പെങ്ങളുടെ അഹങ്കാരവും ധിക്കാരവും വാശിയും അവളുടെ അഹംഭാവവും ഒക്കെ സഹിച്ചുകൊണ്ടല്ലേ ബാലചന്ദ്രൻ അവളുടെ കൂടെ ജീവിച്ചത് തന്നെ. ആ രീതിക്ക് ബാലചന്ദ്രനെ നമുക്ക് കുറ്റപ്പെടുത്താനാവോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശിവ, കൊല്ലപ്പള്ളിയിലെ കമലയാണ് നിന്നോട് ഇങ്ങനെ പെരുമാറുന്നെങ്കിൽ നീ അതൊക്കെ കേട്ട് ക്ഷമയോടിരിക്കുവോ? അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ക്ഷമിച്ചിരിക്കുവോ? ഒരിക്കലുമില്ല. നമുക്കതിന് കഴിയില്ല. നമ്മൾ അവരെ നിലയ്ക്ക് നിർത്താൻ നോക്കും. അത് തന്നെയല്ലേ ബാലചന്ദ്രൻ ഇവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ പെങ്ങളുടെ സ്വഭാവം, അവളുടെ അഹങ്കാരവും ധിക്കാരവും ഒക്കെ മാറ്റേണ്ടത്. എല്ലാം ചെയ്തു വെച്ചിട്ട് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അയാളുടെ മുമ്പിൽ കൂടെ ഞാൻ വലിയ പരിശുദ്ധിയാണെന്ന് പറഞ്ഞ് നടന്ന അതയാൾക്ക് സഹിക്കാൻ കഴിയുമോ ശിവ? അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പെങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വർത്തമാനങ്ങളും അതൊക്കെ കേട്ടാൽ ആർക്കായാലും ദേഷ്യം വരും. നമ്മളാണെങ്കിൽ അതൊക്കെ കേട്ട് ക്ഷമിച്ചിരിക്കുവോ? ഒരിക്കലുമില്ല. ബാലചന്ദ്രൻ നമുക്കിവിടെ കുറ്റപ്പെടുത്താനേ സാധിക്കില്ല. അയാളുടെ തീരുമാനത്തിനൊത്ത് മുന്നോട്ട് പോകാന്നല്ലാതെ നമ്മളുടെ മുമ്പിൽ വേറെ വഴിയില്ലെന്നൊക്കെ ഗംഗേട്ടൻ പറയുന്നുണ്ട്. ഇനി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ ഗംഗേട്ട എന്നിങ്ങനെ ശിവൻ പറയുമ്പോഴേക്കും ഗംഗാധരൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. രണ്ടുപേരും ഒരു പൊടിക്ക് പോലും ഒതുങ്ങാൻ തയ്യാറല്ല. രണ്ടുപേരും ഇങ്ങനെ അതും ഇതും പറഞ്ഞ് വീടിനകത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ മക്കളുടെ അവസ്ഥ എന്താകും? ഇവരുടെ ഭാവി എന്താകും? ഇവരുടെ വാശിക്ക് മുമ്പിൽ ആ മക്കളുടെ ഭാവിയല്ലേ ഇല്ലാതെ പോകുന്നത്. എന്തായാലും ഒരു വഴി തെളിയാതിരിക്കില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അന്ന് വൈകുന്നേരം അലീന കിച്ചണിൽ തകൃതിയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ കുറെ നാളായില്ലേ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇത്രയും നാളും ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ ഫുഡൊക്കെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അമ്മയ്ക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അലീന കിച്ചണിൽ കയറി അമ്മയ്ക്ക് ഇഷ്ടമുള്ള എല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. ആ സമയത്തും അലീനയെ സഹായിക്കാനായിട്ട് കൃഷ്ണമോള് കിച്ചണിലേക്ക് വരുന്നുണ്ട്. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചേച്ചി, ഇതിപ്പോ ഒരുപാട് കറികളായല്ലോ, ഇന്നെന്താ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, എന്ത് പ്രത്യേകതയാ മോളെ? ഒരു പ്രത്യേകതയും ഇല്ല. മേഡം കുറെ നാൾ കൂടി ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, അപ്പൊ മേഡത്തിന് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കാന്ന് കരുതി. തന്നെയുമല്ല, മേഡം ഇത്ര നാളും ഹോസ്പിറ്റലിൽ നിന്ന് ക്യാൻറ്റീൻ ഫുഡൊക്കെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. ഒന്നും അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പിന്നെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ കഴിക്കുകയല്ലേ ചെയ്തത്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുക കേട്ടോ. കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചിയുടെ നല്ല മനസ്സ് കാരണം ചേച്ചി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് സൂക്ഷിച്ചു വേണം. ചേച്ചി ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമ്പോഴേക്കും അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. രോഹിയേട്ടൻ കാണിച്ച പോലെ ചേച്ചിയുടെ മേത്തേക്ക് വലിച്ചെറിയാതെ നോക്കിക്കോണമെന്ന് പറയുക കേട്ടോ. ഏയ്, മേഡം എന്തായാലും അങ്ങനെ കാണിക്കില്ലായിരിക്കും മോളെ. എന്നോടല്ലേ മേഡത്തിന് ദേഷ്യം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അത് കാണിക്കില്ലായിരിക്കും എന്ന് പറയുക. മോളും കൂടി ചേർന്ന് എല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതി. മോള് തന്നെ വിളമ്പി കൊടുത്താൽ മതി, അതാകുമ്പം കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും, എൻ്റെ അലീന ചേച്ചി, അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് ഇപ്പൊ 2-3 മാസമല്ലേ ആകുന്നുള്ളൂ. അമ്മയ്ക്കും അറിയാമല്ലോ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല എന്നുള്ള കാര്യം. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ അറിയില്ലെന്നുള്ളത് അമ്മയ്ക്ക് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞ അമ്മ വിശ്വസിക്കുമെന്ന് തന്നെ ചോദിക്കുകയാണ് കൃഷ്ണമോള്. സാരമില്ല മോളെ, എന്തായാലും മേഡത്തിന്റെ വായിലുള്ളതെല്ലാം കേൾക്കണം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്തായാലും ഫുഡിന്റെ കാര്യത്തിൽ മേഡം അങ്ങനെയൊന്നും കാണിക്കില്ലായിരിക്കും എന്നൊക്കെ പറയാ. എന്നിട്ട് മോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് ഡൈനിങ് ടേബിളിലോട്ട് വെച്ചേ എന്നും പറഞ്ഞിട്ട് തന്നെ കൃഷ്ണമോള് ആ കറികളെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് രോഹിത്തിനെ വിളിക്കുന്നുണ്ടെങ്കിലും രോഹിത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി വരുന്നില്ല കേട്ടോ. എപ്പോഴും ആ റൂമിനകത്ത് തന്നെ കഥ അടച്ചിട്ട് ഇരിപ്പാണ്. വീട്ടിലിരുന്നിട്ട് സമാധാനമില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പോയപ്പോഴേക്കും നാട്ടുകാരെല്ലാരും കൂടെ ഓടിച്ചിട്ട് തല്ലാൻ വന്നല്ലോ. ആ സമയത്ത് അലീനയാണല്ലോ രോഹിത്തിനെ താങ്ങിപ്പിടിച്ച് റൂമിലോട്ടൊക്കെ കൊണ്ടാക്കിയതും. മര്യാദയ്ക്ക് ആഹാരമൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ രോഹിത്തിന് അതിൻ്റെതായ ക്ഷീണവും ഉണ്ടായിരുന്നു. എന്തായാലും രോഹിത്തിനെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചെങ്കിലും രോഹിത്ത് ഇറങ്ങി വരുന്നൊന്നുമില്ല കേട്ടോ. ബാലചന്ദ്രനും കൃഷ്ണമോളും ബബിതയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവന് വിശക്കുന്നുണ്ടെങ്കിൽ അവൻ താനെ താഴെ വന്ന് ആഹാരം കഴിച്ചോളും. ഇനി ഒരു സാധനം അവന് മോളെ റൂമിൽ കൊണ്ടേ കൊടുക്കരുതെന്ന് ബാലചന്ദ്രൻ വാൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഹാര സാധനങ്ങളൊന്നുമായിട്ടും അലീന മോളിലേക്ക് കയറി ചെല്ലുന്നുമില്ല. അവന് വിശക്കുമ്പം അവൻ താഴെ വന്ന് കഴിച്ചോളും എന്ന് തന്നെ പറയുകയാണ് ബാലചന്ദ്രൻ. ആ സമയത്ത് അലീന ബബിതയോട് പറയുന്നുണ്ട്, ബബിതേ നീ ചെന്ന് മേഡത്തിന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചോണ്ട് വാ എന്ന് പറയുകയാണെ. അപ്പോഴേക്കും ബബിത ഇങ്ങനെ പോകാൻ മടിച്ചിരിക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സമയമാകുമ്പം എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വരണം എന്നുള്ളത് അറിയില്ലേ. എല്ലാവരെയും മാനിച്ച് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വിശപ്പുള്ളവർ വന്ന് ആഹാരം കഴിക്കും, അല്ലാത്തവർ അവർക്ക് തോന്നുമ്പോൾ കഴിച്ചോളും. ആരെയും അങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അച്ഛൻ ഒന്ന് മിണ്ടാതിരിക്കുക അച്ഛാ. എത്ര നാളുകൂടിയാ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയാവോ. ദയവ് ചെയ്ത് അച്ഛനെ സന്തോഷം തല്ലിക്കെടുത്തരുത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, ആഹാ ഇപ്പം എല്ലാത്തിനും കാരണം ഞാനാണോടി എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഏയ് ഞാൻ അങ്ങനെയല്ല അച്ഛൻ ഉദ്ദേശിച്ചത്.
അച്ഛനും മേഡവും ബബിതയും കൃഷ്ണമോളും രോഹിത്തും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായില്ലേ. ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു അവസരം ഒത്തുകിട്ടിയിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടെന്നാ പറഞ്ഞത്. അച്ഛൻ അതും ഇതും പറഞ്ഞ് ആ ഒരു സന്തോഷം കളയില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുകയാണ്. ബബിത പോകാൻ കൂട്ടാക്കാതെ നിൽക്കുമ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ പോയി അമ്മയെ വിളിച്ചോണ്ട് വരാമെന്ന്. അങ്ങനെ കൃഷ്ണമോള് തന്നെ ചെന്നിട്ട് വൈജയെ വിളിക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞ്. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നൊന്നുമില്ല, എനിക്ക് ആഹാരവും വേണ്ട, നിങ്ങൾ കഴിച്ചിട്ട് കിടന്നോ. ആ നശിച്ചവൾ ഉണ്ടാക്കുന്ന ആഹാരമൊന്നും കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വിശക്കുവാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചോളാം. എന്നാലും ഈ വീട്ടിൽ അവൾ ഉണ്ടാക്കുന്ന ആഹാരം ഞാൻ കഴിക്കില്ല എന്നൊക്കെ തന്നെ വൈജ പറയുന്നുണ്ട്. കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നത്? അലിന ചേച്ചി എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഫുഡ് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് ഒരുപാട് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ. അമ്മ ഇങ്ങനെ വാശി കാണിക്കാതെ വന്ന് ആഹാരം കഴിച്ചേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, വേണ്ട, എനിക്കൊന്നും വേണ്ട, നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേടി, അവൾ ഉണ്ടാക്കിയ ഒന്നും എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും കൃഷ്ണൻ പറയുന്നുണ്ട്, അതൊക്കെ നമ്മുടെ അച്ഛൻ മേടിച്ച സാധനങ്ങളല്ലേ, അച്ഛന്റെ കാശ് കൊണ്ട് മേടിച്ചതാ. അമ്മ എപ്പോഴും പറയുന്ന പോലെ അലിന ചേച്ചി ഈ വീട്ടിലെ സെർവൻ്റാന്ന് കരുതിയാൽ മതി. നമ്മുടെ അച്ഛന്റെ കാശ് കൊണ്ട് നമ്മുടെ അച്ഛൻ മേടിച്ചു കൊടുത്ത സാധനങ്ങൾ കൊണ്ട് ആഹാരം ഉണ്ടാക്കി, അങ്ങനെ കരുതിയാ പോരെ അമ്മേ. ദേ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അലിന ചേച്ചി ഫുഡ് ഉണ്ടാക്കിയേക്കുന്നത്. അമ്മയും രോഹിയേട്ടനും ഒക്കെ ഇങ്ങനെ കഴിക്കാതെ മാറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഫുഡൊക്കെ വേസ്റ്റായി പോവുകയല്ലേ. ഇത്രയും നാളും ഹോസ്പിറ്റലിലെ ഫുഡൊക്കെ അല്ലേ അമ്മ കഴിച്ചത്, ഒന്നും വായി വെക്കാൻ കൊള്ളില്ലെന്നൊക്കെ ഉള്ളതെന്ന് അറിയാം. നിവൃത്തിയോട് കൊണ്ട് പിന്നെ അത് കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. ഇന്നിപ്പോ ദേ എല്ലാം നല്ല സ്വാദുള്ള ഫുഡുകളാണ് ഉണ്ടാക്കിയേക്കുന്നത്. അമ്മ അത് വന്ന് കഴിക്കാമേ. ഈ വാശിയൊക്കെ കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് അമ്മ വന്ന് ഫുഡ് കഴിക്കാൻ നോക്കുന്നു പറയുകയാണ് കൃഷ്ണമോള്. അങ്ങനെ കൃഷ്ണ ഒരുപാട് നിർബന്ധിക്കുന്നതുകൊണ്ട് തന്നെ വൈജി പിന്നെ അവസാനം ഹാളിലേക്ക് വരികയാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ വിശന്നിട്ട് രോഹിതൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ രോഹിത്തിനെ കൂട്ടിക്കൊണ്ട് തന്നെ വൈജ ഡൈനിങ് ടേബിളിന്റെ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അലീനയോടുള്ള വെറുപ്പും ബാലചന്ദ്രനോടുള്ള ദേഷ്യവും മുഖത്ത് കാണിച്ചുകൊണ്ട് തന്നെയാണ് വൈജയന്തി അവിടെ ഇരിക്കുന്നതും. അലീന ചോറ് വിളമ്പി കൊടുക്കാനായിട്ട് വരുമ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, ഞാൻ വിളമ്പിക്കോളാം, എനിക്ക് കൈയുണ്ട് എന്ന് പറയുക കേട്ടോ. അപ്പോഴേക്കും അലീന ആ ചോറും പാത്രം അവിടെ തന്നെ വെച്ചിട്ട് കറിയൊക്കെ നീക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ വൈജ അവക്കും രോഹിത്തിനുമുള്ള ചോറൊക്കെ വിളമ്പി കറിയൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്യുകയാണ്. വൈജയ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടം കറികളും അലീന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോഴേക്കും വൈജയ്ക്കാണെങ്കിലും വായിൽ വെള്ളം ഊറുകയാണ് കേട്ടോ. കാരണം ഇത്രയും നാളും ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ ഫുഡൊക്കെ കഴിച്ച് നാക്കിന് ഒരു രുചിയില്ലാതിരിക്കുകയാണല്ലോ. ആ സമയത്താണ് ഇത്രയും മണവും സ്വാദുമുള്ള കറികളൊക്കെ മുന്നിലിരിക്കുന്നത്. അപ്പോഴേക്കും ബാലചന്ദ്രനും മനസ്സിലാവുന്നുണ്ട്, ഇവളിത് മനഃപൂർവ്വം വൈജയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ തന്നെയാണല്ലോ ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാം വൈജയുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണല്ലോ ഇവൾ ഉണ്ടാക്കിയേക്കുന്നതെന്നൊക്കെ ബാലചന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അലീന എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയും കറി എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന് കഴിക്കുന്നുണ്ട്. വൈജ കഴിക്കുന്നതിനിടയിലും ഇടയ്ക്കൊക്കെ ഏറുകണ്ടിട്ട് ബാലചന്ദ്രനെ നോക്കുന്നുമുണ്ട്. ഞാനിവിടെ ഇരിപ്പുണ്ടെന്നറിയാം, എന്നിട്ടും ഒരു മൈൻഡും ഇല്ലാതെയാണല്ലോ അയാൾ ഭക്ഷണം കഴിക്കുന്നതെന്നൊക്കെ വൈജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി കൈ കഴുകുന്നുണ്ട്. അങ്ങനെ വൈജയന്തി അലീന ഉണ്ടാക്കിയ എല്ലാ കറികളും കൂട്ടി ഫുഡ് നല്ല ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട്. വൈജ വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്ന കാണുമ്പോഴേക്കും അലീനയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഫുഡ് കഴിച്ചതിന് ശേഷം എഴുന്നേറ്റ് പോയി കൈ കഴുകി തിരികെ വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, മോള് മാത്രം എന്താ ഇരിക്കാത്തത്, മോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീനെ അവിടെ ഇരിക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അയ്യോ വേണ്ടച്ചാ, നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കുക, ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് പിന്നെ ഞാൻ കഴിച്ചോളാം എന്ന് പറയുകയാണ് അലീന. മോളോട് ആരെങ്കിലും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ വീട്ടിലിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഭക്ഷണം കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരുടെ ഒപ്പം ഇരുന്ന് മോക്കും ഭക്ഷണം കഴിക്കാമല്ലോ. അതിന് മോളെ ആരും ഇവിടെ വിലക്കിയിട്ടൊന്നും ഇല്ലല്ലോ. മോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഉടനെ കൃഷ്ണമോള് പറയുന്നുണ്ട്, അതെ ചേച്ചി, അച്ഛൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ചേച്ചി ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക. ഇത്രയധികം ഫുഡ് ചേച്ചി തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, ചേച്ചി ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും അലീനെ അവിടെ നിർബന്ധിച്ചിരുത്തുകയാണ് ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടെ. അപ്പോഴേക്കും അത് കണ്ടോണ്ട് വൈജയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ട് വൈജ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. വൈജ ചാടി എഴുന്നേക്കുന്ന കണ്ടുകൊണ്ട് തന്നെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ആഹാ, അമ്മ എന്താ ചാടി എഴുന്നേറ്റത്? അമ്മ അവിടെ ഇരുന്ന് കഴിക്കേ, അമ്മ കുറച്ചേ കഴിച്ചോളല്ലോ, അമ്മ നല്ലപോലെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വൈജയ്ക്ക് അതുകൊണ്ടൊക്കെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വൈജ അലീനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമോള് പറയുന്നുണ്ട്, കഴിഞ്ഞ 2 ദിവസം രോഹിയേട്ടൻ എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടിയെന്ന് അമ്മയ്ക്ക് അറിയാവോ? രോഹിയേട്ടന് കൊടുക്കാനായിട്ട് ആഹാരമായിട്ട് ചെല്ലുമ്പോഴെല്ലാം രോഹിയേട്ടൻ അത് മുഴുവൻ നശിപ്പിച്ചു. എത്ര പാത്രങ്ങൾ ഇവിടെ എറിഞ്ഞു പൊട്ടിച്ചെന്ന് അറിയാവോ? ആഹാരം ഇതുപോലെ നശിപ്പിച്ച് കളയുന്നത് എന്തുമാത്രം വലിയ തെറ്റാ അമ്മേ, അമ്മയ്ക്കെന്ന് അറിയാവുന്നതല്ലേ. ആഹാര സാധനം ഒരിക്കലും കളയാൻ പാടില്ലെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്മ ഈ ഫുഡ് മിച്ചം വെച്ചിട്ട് പോയാൽ ഇനി ഈ ഫുഡ് എടുത്ത് കളയാനല്ലേ പറ്റുള്ളൂ. അമ്മ അവിടെ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ തന്നെ കൃഷ്ണമോള് പറയുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ പറഞ്ഞത് കേട്ടോണ്ട് മാത്രം വൈജ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. തന്റെ ഒപ്പം ഇരുത്തി അവളെ ഫുഡ് കഴിപ്പിക്കാറായോ ബാലചന്ദ്രൻ?
അവളെ ഞാൻ ഇവിടെ അധികം നാൾ വെച്ച് പൊറപ്പിക്കുകയല്ല. ഈ വീടിന്റെ എല്ലാ അധികാരവും അവളുടെ കയ്യിലാന്ന് അവളുടെ വിചാരം. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് വൈജ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ വൈജ ഒരുപാട് നാളുകൾക്ക് ശേഷം തൃപ്തിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി കൈ കഴുകുകയാണ് കേട്ടോ. എല്ലാവരും ഈ സമയം കൊണ്ട് തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അലീനയാണെങ്കിലും എല്ലാവരും കഴിച്ച പ്ലേറ്റും പാത്രങ്ങളും എല്ലാം കിച്ചണിൽ കൊണ്ടുവച്ചിട്ട് അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണമോളും കൂടെ ചേർന്ന് അലീനയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈജ അങ്ങോട്ടേക്ക് വന്നിട്ട് കൃഷ്ണയോട് ചൂടാവുന്നുണ്ട്. നീ എന്താടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? നിനക്കൊന്നും പഠിക്കാനില്ലടി എന്ന് പറയുമ്പോഴേക്കും തന്നെ എനിക്ക് പഠിക്കാനുണ്ടമ്മേ, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഞാൻ അല്ലൻ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നാന്ന് പറയുകയാണ് കേട്ടോ കൃഷ്ണമോള്. അവള് ചെയ്യേണ്ട പണിയൊക്കെ അവള് ചെയ്തോളും, നീ അവളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കണ്ട, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണമോളെ വഴക്ക് പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, മോളെ കൃഷ്ണമോളെ മോൾ പോക്കിയോ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണമോൾ അവിടുന്ന് പോവുകയാണ്. കൃഷ്ണമോൾ അവിടുന്ന് പോയതിന് ശേഷവും അലീനയുടെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വൈജ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അലീന. ആ ദേഷ്യത്തിൽ തന്നെ വൈജ ചോദിക്കുന്നുണ്ട്, എന്നതാടി നിന്റെ ഉദ്ദേശം? ഈ വീട്ടിൽ നിന്ന് ഇപ്പം നിനക്ക് എങ്ങോട്ടും പോകണമെന്നില്ലല്ലേ? ഇവിടെ കിടന്ന് നീ സുഖം പിടിച്ചു പോയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, മേഡം ഞാൻ മേഡത്തിനോട് ഇപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ, മേഡത്തിന് ദേഷ്യം വരുന്ന പോലെ ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല, പിന്നെ എന്തിനാ മേഡം എന്നോട് ഇപ്പോൾ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഇവിടുത്തെ പണികളൊക്കെ തീർത്തോണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും തന്നെ വൈജ പറയുന്നുണ്ട്, അല്ല നീ എന്താടി വിചാരിച്ചത്? ഞാൻ ഇനി ഈ വീട്ടിലേക്ക് വരികയില്ല എന്നാണോ നീ വിചാരിച്ചത്? എന്റെ മക്കളെയും ഭർത്താവിനെയും ഒക്കെ സ്വാധീനിച്ച് നീ ഇവിടെ കഴിഞ്ഞുകൂടാന്നാണോ കരുതിയത്? അതോ ഞാൻ ചത്തുപോകുന്നോർത്ത് നീ സന്തോഷിച്ചിരിക്കുകയായിരുന്നോ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നീ ഭയങ്കര സന്തോഷത്തിലാണെന്നൊക്കെയുള്ളത് എനിക്കറിയാവിടെ. ഞാൻ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ നീ ചെയ്യുന്നത്? എന്റെ ഭർത്താവിനെയും എന്റെ മക്കളെയൊക്കെ നീ വശപ്പെടുത്തി വെച്ചിരിക്കുകയല്ലേ? എനിക്കറിയാം നിന്റെ മനസ്സിലെ ഉദ്ദേശമൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീനയ്ക്ക് ദേഷ്യം വരികയാണ്. അലീന പറയുന്നുണ്ട്, മേഡം എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഒന്നുമില്ല, മേഡം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വരണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളൂ, അല്ലാതെ മേഡത്തിന് അപകടം പറ്റിയതിലോ ഇങ്ങനെ സംഭവിച്ചതിലോ ഒന്നും ഞാൻ ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല. മേഡം പഴയതുപോലെ തന്നെ ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വരണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പഴയതുപോലെ ആകാനോ? എന്ത് പഴയതുപോലെ ആകാൻ? അതിനി സാധിക്കോടി? എന്റെ ഭർത്താവിനെ നീ കൈമടക്കൽ ഒതുക്കി വെച്ചിരിക്കുകയല്ലേ? ഇപ്പൊ എന്റെ കുടുംബം തന്നെ ഇങ്ങനെ ചിന്നിച്ചിതറി പോകാൻ കാരണം നീയല്ലേടി? നീ ഒറ്റൊരുത്തി കാരണമല്ലേ എന്റെ കുടുംബം ഇപ്പൊ ഈ അവസ്ഥയിലായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, മേഡം എന്തൊക്കെയാ പറയുന്നത്? ഇതൊന്നും ഞാൻ മനസ്സിൽ പോലും ആലോചിക്കാത്ത കാര്യമാണ്. പിന്നെ മേഡത്തിന്റെ ഭർത്താവിനെ ഞാൻ എന്തിനാ കൈമടക്കി വെക്കുന്നത്? ഞാൻ എന്റെ സ്വന്തം അച്ഛനെ പോലെയാ കണ്ടേക്കുന്നത്, അതുപോലെ സാറിനെ സ്വന്തം മോളെ പോലെയാ കണ്ടേക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധവേ ഉള്ളൂ, അല്ലാതെ മേഡം ഉദ്ദേശിക്കുന്ന പോലെ ഒരു ചീപ്പായ, അല്ലാതെ മേഡം ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും തന്നെ ഇല്ല. അതൊക്കെ മേഡത്തിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയുകയാണ്. ഞാൻ ഈ വീട്ടിലെ സെർവൻ്റാണ്, മേഡം എന്നെ അങ്ങനെ കണ്ടാൽ മതി, അങ്ങനെ എന്നോട് പെരുമാറിയാൽ മതി. ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് മാസം മാസം ശമ്പളവും തരാറുണ്ട്. എന്നെ ഒരു സെർവൻ്റായിട്ട് മാത്രം മേഡം കണ്ടാൽ മതി, അതിനുപരി ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അലീന. എന്തായാലും മേഡം ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നല്ലോ, ഇനി മേഡം എങ്ങോട്ടേക്കും പോകാതെ ഇവിടെ തന്നെ നിൽക്കണം. ഈ വീട്ടിൽ ഈ കുട്ടികളുടെ അമ്മയായിട്ട് സാറിൻ്റെ ഭാര്യയായിട്ട് മേഡം ഇവിടെ തന്നെ ഉണ്ടാവണം. നീ നിൽക്കുന്ന വീട്ടിൽ ഞാനും കൂടി നിൽക്കണമെന്നോ? അത് ഒരിക്കലും നടക്കില്ല. ഞാൻ എൻ്റെ മക്കളെ കരുതി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഇവിടുന്ന് പോകും, ഉടനെ തന്നെ പോകും. ഞാൻ വേറെ വീടൊക്കെ വാടകയ്ക്ക് എടുത്തു. രോഹിത്തും ബബിതയും എന്തായാലും എൻ്റെ കൂടെ വരും. രോഹിത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അവനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയല്ലെന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. അതും ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് പോലും വരില്ലായിരുന്നു. രോഹിത് ഒന്ന് റിക്കവറായി വരേണ്ട താമസം മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ. കൃഷ്ണമോൾ എന്തായാലും ഇപ്പൊ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാറില്ലല്ലോ. അവൾ അവളുടെ അച്ഛനും നീയും ഒക്കെ പറയുന്നതല്ലേ കേൾക്കുന്നത്. അവൾക്കും കുറച്ചുനാൾ കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. അന്നേരം അവൾ എന്നെ തേടി എൻ്റെ അടുത്തേക്ക് വന്നോളും. അങ്ങനെ ഞാനും എൻ്റെ മക്കളും ആ വീട്ടിൽ താമസിച്ചോളാടി. അങ്ങേരും നീയും കൂടെ ഇവിടെ എന്താന്ന് വെച്ചാൽ ആയിക്കോ. നിങ്ങളെ ശല്യം ചെയ്യാൻ ഞങ്ങൾ വരില്ല, അതുപോലെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾ വന്നേക്കരുന്നൊക്കെ പറയുകയാണ് വൈജ. അലീന പറയുന്നുണ്ട്, അയ്യോ മേഡം എന്തൊക്കെയാ ഇപ്പം അറിയുന്നത്? ഇതൊന്നും ഞാൻ മനസ്സവാച പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ എല്ലാവരെയും ഒന്നിച്ചു കണ്ടപ്പം എൻ്റെ മനസ്സിൽ എന്തുമാത്രം സന്തോഷമായെന്നറിയാവോ? മേഡം ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ കാരണം മേഡം എങ്ങോട്ടേക്കും പോകരുത്. ഞാൻ എന്തായാലും ഇനി അധികകാലം ഇവിടെ കാണില്ല. മേഡം വാടക വീട്ടിലേക്ക് താമസം മാറി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് ഒരു അർത്ഥവും ഇല്ല. ഞാൻ അധികം വൈകാതെ തന്നെ ഇവിടുന്ന് പോകും മേഡം. മേഡം എടുത്തു ചാടി അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കല്ലേ പ്ലീസ് മേഡം. അതുപോലെ സാറുമായിട്ട് മേഡം ബന്ധം ഉപേക്ഷിക്കരുത്. ഉടനെ വൈജ പറയുന്നുണ്ട്, അതൊക്കെ വേണോ വേണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിലിനി ആരുടെ അഭിപ്രായം നോക്കേണ്ട കാര്യമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ആരുടെ അടിമയായിട്ട് ഇവിടെ കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. എൻ്റെ മക്കൾക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല. എന്തായാലും നീ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഞാനിവിടെ നിൽക്കില്ല. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാണെങ്കിലും പോയിക്കോളാം. എൻ്റെ മക്കൾക്ക് ഒരു കുറവില്ലാതെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം. അതിന് അയാളുടെ സപ്പോർട്ടോ അയാളുടെ കാശോ വേണമെന്നൊന്നുമില്ല.
ഞാൻ മാത്രം മതി, ഞാൻ വിചാരിച്ചാൽ മാത്രം മതി എന്നൊക്കെ തന്നെ വൈജ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, മേഡം 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 ഇപ്പോഴും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. മേഡം എന്തായാലും വന്നതല്ലേ, മേഡം ഇനി എങ്ങോട്ടേക്കും പോകണ്ട. ഇവിടുന്ന് ഞാൻ പെട്ടെന്ന് തന്നെ പൊയ്ക്കോളാം. അധിക നാൾ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല. ദയവ് ചെയ്ത് മേഡം ഇവിടുന്ന് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട് അലീന. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പോണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നീയല്ല. എപ്പോൾ ഇവിടുന്ന് പോകണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. എൻ്റെ ഭർത്താവിനിപ്പം നീ പറയുന്നൊക്കെയാണല്ലോ വലിയ കാര്യങ്ങൾ. നീ പറയുന്നത് കേട്ടിട്ടാണല്ലോ അയാൾ ഇങ്ങനെ തുള്ളി നടക്കുന്നത്. ഭാര്യയും മക്കളും ഒന്നും ഇപ്പം അയാൾക്കൊരു വിഷയമല്ല. എനിക്കറിയാം അയാളുടെ സൂക്കേട് എന്താന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ ഭയങ്കര മോശക്കാരനാക്കുകയാണ് വൈജ. എന്തായാലും അധിക നാളൊന്നും ഈ സുഖത്തിൽ നിന്നെ ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. എല്ലാവരുടെയും മുമ്പിൽ നിന്നെയും അയാളെയും ഞാൻ നാറ്റിച്ചിരിക്കും. നിങ്ങളെ അങ്ങനെ ജീവിക്കാനും ഞാൻ സമ്മതിക്കില്ല. ഈ വൈജന്തി ആരാന്നൊക്കെ ഉള്ളത് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീനയെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, മേഡം മേഡം എന്തൊക്കെ അനാവശ്യങ്ങളായി പറയുന്നത്. ഞാനും സാറും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഇല്ല. സാർ എൻ്റെ സ്വന്തം അച്ഛനാ. എൻ്റെ അച്ഛനെ പോലെയാണ് ഞാൻ സാറിനെ കാണുന്നത്. അതുപോലെ തന്നെ കൃഷ്ണമോളെ പോലെ തന്നെയാണ് സാർ എന്നെ കാണുന്നതും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ അരുതാത്ത ബന്ധമൊന്നും ഇല്ല മേഡം. മേഡം ഇങ്ങനെ ഞങ്ങളെ അവിശ്വസിക്കരുത്, ഞങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കരുതെന്നൊക്കെ അലീന പറയുന്നുണ്ട്. വേറെ എന്തും ക്ഷമിക്കാം, സഹിക്കാം. പക്ഷെ ഈ ഒരു രീതിക്ക് മാത്രം മേഡം ഞങ്ങളെ കാണരുത്. അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോഴും വൈജ ഒരു പുച്ഛഭാവത്തോടെ തന്നെയാണ് അലീനയെ നോക്കുന്നതും അലീനയോട് സംസാരിക്കുന്നതും. വൈജ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം അറിയാവടി. നീ എന്തായാലും അയാളുടെ സ്വന്തം മോളൊന്നുമല്ല. അയാൾക്ക് കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു അവിഹിത ബന്ധവും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ നിന്നെ ഇവിടെ പിടിച്ചിർത്താൻ വേണ്ടി അയാൾ കളിക്കുന്ന നാടകമെന്നൊക്കെയുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അയാളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയോളാം ഞാൻ. എന്നിട്ടാ അയാൾ എൻ്റെ അടുത്ത് തന്നെ വേഷം കെട്ടലെടുക്കുന്നത്. എനിക്ക് മനസ്സിലായടി കാര്യങ്ങളൊക്കെ. എല്ലാരെയും വിഡ്ഢിവേഷം കെട്ടിക്കുന്ന പോലെ എൻ്റെ അടുത്ത് നടക്കുമെന്ന് നീ വിചാരിക്കേണ്ട. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിച്ചവളാ നീ. നീ ഒരിക്കലും ഗതി പിടിക്കുകയല്ലടി. നീ ഒരു കാലത്തും ഗുണം പിടിക്കുകയല്ല. നീ നശിച്ചു പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീനയെ പ്രാവുകയാണ് വൈജ. അലീന പറയുന്നുണ്ട്, മേഡം പ്ലീസ് ഇങ്ങനൊന്നും പറയരുത്. മേഡം ഇങ്ങനെയൊക്കെ എന്നെ ശപിക്കല്ലേ, എന്നെ ഇങ്ങനെ പ്രാഗല്ലേ. ഞാൻ ആരാന്ന് അറിയുന്ന നിമിഷം മേഡം ഈ പറഞ്ഞതൊക്കെ ഓർത്ത് മേഡം പശ്ചാത്തപിക്കും. അന്ന് മേഡത്തിന് ഈ പറഞ്ഞൊന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല. പ്ലീസ് മേഡം എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒരു പിഴച്ചവള് തന്നെയാ, അതുകൊണ്ടാ നിന്റെ സ്വഭാവം ഇതുപോലെ ആയെന്നൊക്കെ പറഞ്ഞ് അലീനെ അങ്ങ് മാനസികമായി തളർത്തി സംസാരിക്കുകയാണ് കേട്ടോ വൈജ. അലീനയ്ക്കാണെങ്കിലും ഭയങ്കര വിഷമമായിട്ട് അലീന കരയുന്നുണ്ട്. എന്തു പറഞ്ഞാലും അവളുടെ ഒരു കുങ്ക് കണ്ടില്ലേ. നീ ആരാന്നടി നിന്റെ വിചാരം? എന്നിട്ട് അവൾ എന്റെ നേരെ വിരൽ ചൂണ്ടി തർക്കുത്തരം പറയാൻ വന്നേക്കുന്നു. ഇനി ഞാൻ നിന്നെ പ്രാഗോടി, നീ നശിച്ചു പോകത്തേ ഉള്ളൂ. എന്റെ കുടുംബം കുട്ടിച്ചോറാക്കി നീ ഒരു കാലത്തും ഗതി പിടിക്കുകയല്ലടി. നീ നശിച്ച് പണ്ടാരടങ്ങി പോകുന്നൊക്കെ തന്നെ വൈജ പറയുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, മേഡം മതി നിർത്ത. ഇനി മേഡം ഇങ്ങനൊന്നും പറയരുത്. എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ മേഡം ചെയ്തത്? അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഇന്ന് വരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എല്ലാവരും ഞാൻ സ്നേഹിച്ചതേ ഉള്ളൂ. എന്നെ കൊണ്ട് പറ്റുപോലെ സഹായം ഞാൻ എല്ലാവർക്കും ചെയ്തിട്ടേ ഉള്ളൂ. ആരെയും ഞാൻ വിഷമിപ്പിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടേക്കും ഞാൻ ആരെയും വിഷമിപ്പിക്കത്തുമില്ല. എന്നും എൻ്റെ സങ്കടങ്ങൾ എൻ്റെത് മാത്രമായിട്ട് എൻ്റെ മനസ്സിൽ ഒതുങ്ങി കൂടത്തേ ഉള്ളൂ. അത് ആരോടും ഞാൻ പറയുന്നുമില്ല. എന്നും സങ്കടങ്ങളും കുത്തുവാക്കുകളും ഒക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഞാൻ. അതിലെനിക്ക് ആരോടും ഒരു പരാതിയുമില്ല. എന്നെ ജനിപ്പിച്ച എൻ്റെ അമ്മയ്ക്ക് പോലും അതിലൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ആരോട് എന്ത് പറയാനാ മേഡം? എനിക്ക് അതുകൊണ്ട് ആരോടും ഒന്നും പറയാനില്ല. മേഡം വിഷമിക്കേണ്ട, അധികകാലം ഞാനിവിടെ ഉണ്ടാവില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇവിടെ കാണില്ല എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും നീ എങ്ങോട്ടേക്ക് പോകും? അതിന് നിനക്കാരെങ്കിലും ഉണ്ടോടി? നീ ഒരു അനാഥയല്ലേ? ഏതോ ഒരു തെരുവേശിക്ക് പിഴച്ചുണ്ടായ മകളല്ലേടി നീ? നീ എങ്ങോട്ടേക്ക് പോകാനാ? നിനക്ക് എന്ത് യോഗ്യതയാടിയുള്ളേ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജ വല്ലാണ്ട് അലീനയ്ക്ക് ഹേർട്ടാവുന്ന പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. അവസാനം അലീനയ്ക്ക് ദേഷ്യം വന്നിട്ട് അലീന പറയുന്നുണ്ട്, അതെ, എന്നെ പ്രസവിച്ചത് ഒരു പിഴച്ച സ്ത്രീ തന്നെയാ. കല്യാണത്തിന് മുമ്പ് മറ്റൊരു പുരുഷനുമായിട്ട് സ്നേഹിച്ച് ആ കുഞ്ഞിനെ ആരും അറിയാതെ പ്രസവിച്ച് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പിന്നീട് എല്ലാം മറന്ന് വേറൊരു പുരുഷനെ കല്യാണം കഴിച്ച് മക്കളും കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ആ സ്ത്രീയുടെ സ്വന്തം സുഖത്തിന് വേണ്ടി എന്നെ പിഴച്ച് പ്രസവിച്ചത് തന്നെയാ. അതെനിക്ക് അറിയുകയും ചെയ്യാം മേഡം. പക്ഷേ ഇന്ന് വരെയും അവരുടെ കുടുംബജീവിതം തകരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അവരെപ്പോഴും സന്തോഷത്തോടെ നല്ല രീതിക്ക് ജീവിക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും വൈജി ചോദിക്കുന്നുണ്ട്, അതെന്താടി നീ അങ്ങനെ പറയുന്നേ? നിന്റെ സംസാരത്തിൽ നീ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. നിന്റെ തള്ളെ ആരാന്ന് നിനക്കറിയാവോടി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതറിഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യമാണ് മേഡം ഞാൻ പറഞ്ഞത്. ഈ പിഴച്ച് പ്രസവിച്ചെന്ന് പറയുന്നില്ലേ, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്തിട്ടുണ്ട് മേഡം. എന്നാൽ അവരതൊക്കെ മറച്ചു വെച്ച് ഇപ്പം അവർ നല്ലവെള്ള ചമഞ്ഞ് നടക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. എല്ലാവരും പിന്നോട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അവനും ചെയ്ത തെറ്റൊന്നും മനസ്സിൽ ഓർക്കുന്നത് നല്ലതാ. അങ്ങനൊരു തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ എൻ്റെ അമ്മയും ഒരു പിഴച്ച സ്ത്രീ ആയത്. കല്യാണത്തിന് മുമ്പ് മറ്റൊരു പുരുഷനുമായി സ്നേഹത്തിലായി ആ ബന്ധത്തിൽ ഗർഭം ധരിച്ച്
ആ ബന്ധത്തിൽ ഗർഭം ധരിച്ച് ആ കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ചിട്ട് പിന്നെയും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നവരും ഈ ഭൂമിയിലുണ്ട് മേഡം. അവരുടെയൊക്കെ വിചാരം അവർ ചെയ്തു പോയ തെറ്റുകളൊന്നും ആരും കാണുന്നില്ലെന്നാ, ആരും അറിയുന്നില്ലെന്നാ. എന്നാൽ അതിൻ്റെയൊക്കെ ശേഷിപ്പുകൾ അവർ ചെയ്ത കർമ്മയുടെ ഫലം അവർ തന്നെ അനുഭവിക്കും. അവനോ ചെയ്ത തെറ്റിന്റെ ഫലം അവനോ തന്നെ അനുഭവിക്കും. അത് കർമ്മയാണ്, അത് ഉറപ്പായും തിരിച്ചു കിട്ടിയിരിക്കും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിക്കുന്നത് നല്ലതാ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അലീന സങ്കടപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നൊക്കെ പറയുമ്പോഴേക്കും വൈജു ചോദിക്കുന്നുണ്ട്, എന്തർത്ഥം വെച്ചോണ്ടാണ് നീ അങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്? എന്നെ നീ ഇപ്പോൾ ഒരു മോശക്കാരിയായിട്ടാണ് കാണുന്നത്? ഞാൻ പിഴച്ച് പ്രസവിച്ചവളാണെന്നാണോടി നീ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, അതെനിക്ക് അറിഞ്ഞൂടാ മേഡം. മേഡത്തിന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒന്ന് മേഡം ചിന്തിക്കുന്നത് കൂടി നല്ലതായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ അലീന. എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീന അവിടുന്ന് പോകുന്നുണ്ട്. അലീനയുടെ ആക്കിയുള്ള സംസാരവും ടോണും ഒക്കെ കാണുമ്പോഴേക്കും തന്നെ വൈജ ആകെ ഒന്ന് പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നൊക്കെ വൈജ മാറി മാറി ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. തന്റെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ ഇവൾ മനസ്സിലാക്കിയിട്ടാവുമോ ഇവൾ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ഓർത്തോണ്ട് തന്നെ വൈജ നല്ല ടെൻഷൻ ആവുകയാണ്. ഇവളിത് എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടിക്കൊണ്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഇവക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് അവൾ ഇത്ര ധൈര്യത്തോടെ എന്നോട് സംസാരിക്കുന്നത്. ഇനിയും അവൾ ഈ വീട്ടിൽ തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോകും. ഇനി എൻ്റെ മക്കളുടെ മുമ്പിൽ പോലും എനിക്ക് തല ഉയർത്തി നിൽക്കാനാവില്ല. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ വൈജ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.